പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അനുകമ്പയാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം, യേശു അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച് ജനങ്ങളെ തൃപ്തിയാക്കിയ സംഭവം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമ്മുടെ ഈ ധ്യാനം ആരംഭിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോടുകൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. അതാണ് പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന ആ മനോഭാവം. യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ പലസ്തീനായിൽ മാത്രമല്ല, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലും പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. 100-200 കിലോമീറ്റർ അകലെ നിന്നൊക്കെ ആൾക്കാർ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമായിരുന്നു. ടൈർ, സീദോൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെ യേശുവിനെ കേൾക്കാനായി ഗലീലി തടാക തീരത്തേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ആൾക്കൂട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 3 ദിവസമായി അവർ എൻ്റെ കൂടെയാണ്. യേശു പറഞ്ഞതെല്ലാം ദൈവത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. അതുവരെ പഠിപ്പിച്ചതിരുന്ന പോലെയല്ല, നിയമജ്ഞരും ഫരിസേയരും പഠിപ്പിച്ചതുപോലെയല്ല യേശു ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, പരിപാലനയെക്കുറിച്ച്, പിതാവിൻ്റെ അനന്തമായ ആ സ്നേഹത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചപ്പോൾ അത് വിശ്വസിക്കാൻ ആൾക്കാർക്ക് സാധിച്ചു. കാരണം അവരുടെ തന്നെ ഭാഷയിലാണ് യേശു സംസാരിച്ചിരുന്നത്. കഥകളിലൂടെയും ഉപമകളിലൂടെയും അനുദിന അനുഭവങ്ങളിലൂടെയും പിതാവിനെക്കുറിച്ച് യേശു പറഞ്ഞ വലിയ കാര്യങ്ങൾ അതവർക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അനേകം അത്ഭുതകരമായ രോഗശാന്തികൾ ഇതിന് സാക്ഷ്യമായിരുന്നു. ഇങ്ങനെ യേശുവിൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ സമയം പോയതറിഞ്ഞില്ല. തിരിച്ചു പോകേണ്ട സമയമായി എന്ന് യേശുവിന് തോന്നി. അവർ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങിക്കഴിക്കട്ടെ എന്ന് പറയുന്ന ശിഷ്യന്മാരോടാണ് യേശു പറഞ്ഞത്, വേണ്ട, എനിക്ക് ഈ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കണം. അനുകമ്പ തോന്നുന്നു. അതാണ് എന്നും ദൈവത്തിൻ്റെ മനോഭാവം. യേശുവിലൂടെ ഏറ്റവും കൂടുതൽ പ്രകടമായതും ദൈവത്തിൻ്റെ അനുകമ്പയാണ്. അനുകമ്പ എന്ന് നമ്മൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ഒരു ഹീബ്രു പദമാണ്, റഹമ എന്ന് പറയും. റഹമ എന്ന് പറഞ്ഞാൽ കരുണ എന്നാണ് അർത്ഥം. അതിൻ്റെ റൂട്ടിലേക്ക് പോയാൽ, മൂലത്തിലേക്ക് പോയാൽ നമ്മൾ കാണുന്നൊരു വാക്കുണ്ട്, റഹം. മാതാവിൻ്റെ ഉദരം ഗർഭപാത്രം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഗർഭസ്ഥ ശിശുവിനോട് അമ്മയ്ക്കുള്ള മനോഭാവം എന്തോ അതാണ് റഹമ. അതിന് കരുണയെന്നും ആർദ്രതയെന്നും വാത്സല്യമെന്നും ഒക്കെ പറയാം. കനിവ്, കരുതൽ, ഈ ഒരു മനോഭാവമാണ് യേശുവിനുണ്ടാകുന്നത്. വിശക്കുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നുന്നു. ജനക്കൂട്ടമായിട്ടല്ല യേശു അവരെ കണ്ടത്, ഓരോ വ്യക്തിയെയും വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ആൾക്കൂട്ടമല്ല, ജനം യേശുവിന് വ്യക്തികളാണ്. ഓരോ വ്യക്തിയെയും നേരിട്ടറിയുന്നവനാണ് യേശു. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, അവരുടെ വിശപ്പും ദാഹവും, അവരുടെ ഭയവും ഉത്കണ്ഠയും എല്ലാം അവിടത്തേക്ക് അറിയാം. ആർക്കാണ് രോഗം, ആർക്കാണ് മനഃശാന്തി ആവശ്യം, ആരാണ് പാപഭാരം താങ്ങി തളർന്നത്, എല്ലാം അവനറിയാം. അതുകൊണ്ടാണ് ഈ അനുകമ്പ, യേശു അനുകമ്പയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുക. എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. ഇന്നും ഈ അനുകമ്പ വറ്റിപ്പോയിട്ടില്ല. ദൈവത്തിൻ്റെ മനോഭാവം, ദൈവത്തെ നമ്മൾ അറിയേണ്ടത്, കാണേണ്ടത് അനുകമ്പയുള്ളവനായിട്ടാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്നൊക്കെ കവികൾ പാടാറുണ്ട്. പക്ഷേ വലിയ ദുഃഖത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നായിരിക്കാം ഇപ്രകാരമുള്ള ചിന്തകൾ കടന്നു വരുന്നത്. കണ്ണും കാതുമില്ലാത്തവനല്ല ദൈവം.